ഹായ് ഡിയേഴ്സ്, വിൻഷോർ കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശ്രീകുട്ടനും ശ്രീകുട്ടിയും അവരുടെ സ്റ്റഡി റൂം മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ശരിക്കുള്ള പേര് വിൻഷോർ കൃഷ്ണ എന്നാണ്. അതുതന്നെയാണ് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേരും. അപ്പോൾ ശ്രീകുട്ടനാണ് ആദ്യം അവൻ്റെ ആ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെ അലങ്കോലമായിട്ടുള്ളത് 2 മാസം വെക്കേഷൻ ആയതുകൊണ്ട് റൂമൊക്കെ ആകെ അവരുടെ ഒരു ലോകമായിരുന്നു. രണ്ടാളുടെയും സ്റ്റഡി ടേബിളൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ അതൊക്കെ ഒന്ന് ഓർഗനൈസ് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ശ്രീകുട്ടിയുടെ മാല പൊട്ടി അതിൻ്റെ ഒരു കല്ലൊക്കെ ഇങ്ങനെ പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ അവൻ്റെ ആ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ശ്രീകുട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇങ്ങനെ ആക്കുന്നതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് ചേട്ടനാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ വൃത്തിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആ ഒരു പെയിൻ്റ് അടിക്കുന്ന ഒരു ബ്രഷാണ് ഇപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ആ പൊടിയൊക്കെ ആദ്യം ഒന്ന് തൂത്തുവാരി അതിന് ശേഷം അതൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അധികം അങ്ങനെ വൃത്തികേടായിട്ടൊന്നുമില്ല. ശ്രീകുട്ടൻ്റെ സ്റ്റഡി ടേബിൾ അധികം വൃത്തികേടായിട്ടില്ല, പക്ഷേ ശ്രീകുട്ടിയുടേതാണ് നല്ലോണം വൃത്തികേടായത്. അപ്പോൾ അവൻ്റെ കുറേ പെൻസിലും പെന്നും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും ഇങ്ങനെ അതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൻ തന്നെ ഒരു ബോക്സ് പോലെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ പെൻസിലും പേനയും ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി അവൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ അവൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഏതായാലും സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് ശരിയായി വെക്കാൻ വേണ്ടി അവർക്കൊന്ന് തോന്നിയത്. ഇപ്പോൾ 2 ദിവസം അവധിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയം കൂടി ഉണ്ട്. പിന്നെ അത് സ്കൂളിൽ പുസ്തകമൊന്നും പഠിപ്പിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ മെല്ലെ എല്ലാം വൃത്തിയാക്കാമെന്ന് വെച്ച് ഇങ്ങനെ മടി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ആ ബോക്സിൽ അവൻ ആവശ്യമുള്ള ആ പേനയും പെൻസിലും അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ ബോക്സിൽ ഒതുക്കി വെച്ച് അത് ആ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ അവന് അത്യാവശ്യം ഇങ്ങനെ പൈസയൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇങ്ങനെ ഞാനും അവൻ്റെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു ഭണ്ണാരത്തിൽ ബ്ലാക്ക് കളറിൽ അതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന ആ ഒരു എറേസറും അതുപോലെ കട്ടറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാണ് അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അതേ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയതായിട്ട് വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ തുടച്ച് അതൊക്കെ ഒന്ന് ശരിയായിട്ട് അവനൊന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഈ സ്റ്റഡി ടേബിളിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഭാഗത്താണ് അവന് കിട്ടിയ പുസ്തകങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാം ബോർഡൊക്കെ ഉള്ള അത്, പിന്നെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ നോട്ട് ബുക്കും അതിൻ്റെ ആ ഒരു പൊതിയൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അത്യാവശ്യമുള്ള ഡയറിയും അതുപോലെ ഈ ഒരു ഡോറുള്ള അതിൻ്റെ ഉള്ളിൽ പിന്നെ അവൻ്റെ ആ ഒരു എക്സ്ട്രാ ബോക്സൊക്കെ ഉണ്ടായിരുന്നു, അതും അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ വലുതായിട്ടുള്ള ഓർഗനൈസറൊന്നും അവൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു കുറച്ച് ബുക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എടുത്ത് അങ്ങനെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ അവിടുന്ന് അവൻ മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റഡി ടേബിളാണ്, എന്നാലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവനൊരു ഫ്ലവറും കൂടി അവിടെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ശ്രീകുട്ടിയുടെ സ്റ്റഡി ടേബിളാണ്. ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇത് ഈ ഒരു ബോക്സിൽ ഒരു 12 പെൻസിലുകളുണ്ട്. പെൻസിലല്ല, സ്കെച്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 12 എണ്ണം പല കളേഴ്സിലും ഉണ്ട്. അപ്പോൾ അതൊരു കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അവിടെ വെച്ചപ്പോൾ. അപ്പോൾ അതവനതൊന്ന് സെറ്റ് ചെയ്ത് അവിടെ ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഏകദേശം ശ്രീകുട്ടൻ്റെ സ്റ്റഡി ടേബിൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ഒരു ഭംഗിയിൽ അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിലൊരു ബെഡ് അതൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് വിരിച്ച് വെക്കുകയാണ്.
ഇതിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു രണ്ടുപേരുടെ അഭ്യാസങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് വേറെ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടി അവളുടെ പാവയത്ത് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീകുട്ടിയുടെ സ്റ്റഡി ടേബിളും ഏകദേശം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അവളത് പിന്നെ ഏകദേശം ടോയ്സൊക്കെയാണ് ഏകദേശം അവൾ എടുത്ത് വെച്ചിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അങ്ങനെ വൃത്തികേടില്ലാത്ത രീതിയിൽ അതൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറേ അവളെ സഹായിച്ചു. അങ്ങനെ ശ്രീകുട്ടിയുടെ സ്റ്റഡി ടേബിളും ഏകദേശം നല്ല രീതിയിലൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടി കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പാവയും അതുപോലെ ശ്രീകുട്ടൻ്റെ JCB ഒക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂം ഏകദേശം നല്ലൊരു വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കൂടി ആ ഒരു പണി എനിക്ക് ഏതായാലും കുറഞ്ഞിട്ടുണ്ട്. രണ്ടാളും കൂടി നല്ല രീതിയിൽ ആ ഒരു സ്റ്റഡി റൂം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.